ദിവസം 1200 രൂപ ലാഭം. വീട്ടിലിരുന്ന് ബിസിനസ് തുടങ്ങാം. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു ബിസിനസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡെയിലി 1200 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്. അത് മിനിമം ആണ്. നമുക്ക് അധ്വാനത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്, അതും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് പറയുന്നത്. നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണ ഇല്ലാത്ത ഒരു അടുക്കളയെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷെ ഇന്ന് കടകളിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ എത്രത്തോളം ശുദ്ധമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? പലതരം മായങ്ങൾ കലർത്തി ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലാണ് പല ബ്രാൻഡുകളും വിപണിയിൽ എത്തുന്നത്. ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ കൺമുന്നിൽ വെച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ സാധിച്ചാലോ? അത് നമുക്ക് ആരോഗ്യകരമായ ജീവിതം നൽകുന്നതിനോടൊപ്പം നല്ലൊരു വരുമാന മാർഗം നൽകിയാലോ? യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ചെറിയ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ തുടങ്ങാവുന്ന വെളിച്ചെണ്ണ നിർമ്മാണ ബിസിനസിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഒരു മെഷീൻ കാണുന്നുണ്ട്. വളരെ ചെറിയ മെഷീനാണ്. ഇതാണ് ഈ ബിസിനസ്സിലെ നമ്മുടെ താരം. ഒരു മിനി ഓയിൽ പ്രസ് മെഷീൻ അല്ലെങ്കിൽ ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീൻ എന്ന് പറയും. മുൻപത്തെ പോലെ വലിയ മില്ലുകളോ ഒരുപാട് സ്ഥലമോ ഒന്നും ഇതിനാവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ഒരു മിക്സി വെക്കുന്ന സ്ഥലം മാത്രം മതി ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുവാൻ. വെളിച്ചെണ്ണ മാത്രമല്ല, നല്ലെണ്ണ, കപ്പലണ്ടി എണ്ണ, ബദാം ഓയിൽ, കടുകെണ്ണ തുടങ്ങി പലതരം എണ്ണകൾ ഈ ഒരൊറ്റ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ആളുകൾ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ശുദ്ധമായ മായം കലരാത്ത ഉൽപ്പന്നങ്ങൾക്ക് എന്ത് വില കൊടുക്കാനും അവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന ലേബലിന് വലിയ ഡിമാൻഡാണ്. വീട്ടമ്മമാർക്കും ജോലിയിൽ നിന്ന് വിരമിച്ചവർക്കും യുവാക്കൾക്കും എന്തിന് നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഈ ബിസിനസ് തുടങ്ങാനും വിജയിപ്പിക്കാനും സാധിക്കും. ഓൾറെഡി ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പലയിടങ്ങളിലുമുണ്ട്. നല്ല രീതിയിൽ അവർ ബിസിനസ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് ഈ പ്രോഡക്റ്റ് ആളുകൾ ഉണ്ടാക്കുന്നില്ല, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂണിറ്റുകൾ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള അവസരം ഓൾറെഡി നമ്മളുടെ സ്ഥലത്ത് ഉണ്ടായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. മെഷീന്റെ കാര്യമാണ്, വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയൽ അത് വേണം. വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഉണങ്ങിയ കൊപ്രയാണ്. എല്ലാവർക്കും അറിയാം. ഇവിടെ രണ്ട് വഴികളുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഒന്നുകിൽ പച്ചത്തേങ്ങ വാങ്ങി ഉണക്കി കൊപ്രയാക്കാം, അല്ലെങ്കിൽ ഗുണമേന്മയുള്ള കൊപ്ര നേരിട്ട് വാങ്ങിക്കാം. ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് ഏകദേശം 88 രൂപയാണ് വില. ഇന്നത്തെ വിലയാണ് ഞാൻ പറഞ്ഞത്, ലോക്കൽ വിലയാണ് പറഞ്ഞത്. ഏരിയ ടു ഏരിയ അത് വേരി ചെയ്യും. ചില ഇടങ്ങളിൽ ഒരുപാട് താഴ്ത്തി ഈ തേങ്ങ ലഭിക്കുന്നത് കാണുന്നതാണ്. 1 കിലോ കൊപ്ര ഉണ്ടാക്കാൻ കുറഞ്ഞത് 3.5 കിലോ പച്ചത്തേങ്ങയെങ്കിലും വേണ്ടിവരും. അപ്പോൾ ചെലവ് 3.5 കിലോ ഇൻറ്റു 88, അതായത് 308 രൂപ വേണ്ടിവരും. ഇതിനു പുറമെ ഉണക്കാനുള്ള അധ്വാനം, സമയനഷ്ടം, ഇതൊക്കെ അതിന്റെ കൂടെയുള്ളതാണ്. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ കൊപ്രയുടെ ഇന്നത്തെ ക്വിന്റൽ വില 21,400 രൂപയാണ്. ഒരു ക്വിന്റലിന്, അതായത് 100 കിലോയ്ക്ക്. അപ്പോൾ 1 കിലോ കൊപ്രയ്ക്ക് വില വരുന്ന 214 രൂപയാണ്. ഹോൾസെയിൽ വിലയാണ് കേട്ടോ. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പച്ചത്തേങ്ങ വാങ്ങി ഉണക്കുന്നതിനേക്കാൾ ലാഭകരം നല്ല കൊപ്ര നേരിട്ട് വാങ്ങിക്കുന്നതാണ്. അതിനാൽ നല്ല ഗുണമേന്മ ഉറപ്പുവരുത്തി കൊപ്ര വാങ്ങുന്നതാണ് ഉചിതം. കാരണം നമുക്ക് ഒരുപാട് ഹാർഡ് വർക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. ഇനി മെഷീന്റെ പ്രവർത്തനം. മെഷീൻ ഓൺ ചെയ്ത് അല്പസമയം പ്രീ ഹീറ്റ് ചെയ്യാൻ അനുവദിക്കുക. അതിന്റെ മാനുവലിൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ശേഷം കൊപ്ര ചെറിയ കഷ്ണങ്ങളാക്കിയത് മെഷീന്റെ മുകളിലുള്ള ഹോപ്പറിൽ ഇട്ട് കൊടുക്കണം. മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ഒരു ഭാഗത്തു കൂടെ ശുദ്ധമായ എണ്ണയും മറുഭാഗത്തു കൂടെ അതിന്റെ പിണ്ണാക്ക്, ഓയിൽ കേക്ക്, അതും പുറത്തു വരും. ഈ മെഷീനിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ നേരിട്ട് പാക്ക് ചെയ്യരുത്. ഇതിൽ നിന്നല്ല, ഒരു മെഷീനിൽ നിന്ന് ലഭിക്കുന്ന എണ്ണയും നേരിട്ട് പാക്ക് ചെയ്യരുത്. അതിൽ കൊപ്രയുടെ ചെറിയ ചെറിയ അംശങ്ങൾ അഥവാ മട്ട് ഉണ്ടാകും. എല്ലാവർക്കും അറിയാം. ഈ എണ്ണ വൃത്തിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലോ ഇല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ ഒഴിച്ച് 2-3 ദിവസം അനക്കാതെ വെക്കണം. അപ്പോൾ ഈ മട്ടെല്ലാം കൂടെ പൂർണ്ണമായിട്ടും പാത്രത്തിന്റെ അടിയിൽ അടിയും. അതിനുശേഷം മുകളിലുള്ള തെളിഞ്ഞ എണ്ണ ശ്രദ്ധാപൂർവം ഊറ്റിയെടുത്ത് കുപ്പികളിൽ നമുക്ക് നിറയ്ക്കാം. ഇതാണ് ഏറ്റവും മികച്ച പ്രകൃതിദത്തമായ ഫിൽട്ടറിംഗ് രീതി. ഈ ഫിൽട്ടർ ചെയ്ത് വേണം നമുക്ക് ആളുകൾക്ക് ഇത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്ന എണ്ണയ്ക്ക് നല്ല നിറവും തെളിച്ചവും കൂടുതൽ കാലം
കേട് കൂടാതെ ഇരിക്കാനുള്ള ശേഷിയും ഒക്കെ ഉണ്ടാകും. ഇത്തരത്തിൽ നമ്മൾ പ്രകൃതിദത്തമായി തയ്യാറാക്കി ഈർപ്പമില്ലാത്ത ഗ്ലാസ് കുപ്പികളിൽ അടച്ച് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് സൂക്ഷിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് 6 മാസം മുതൽ 1 വർഷം വരെ യാതൊരു കേടും സംഭവിക്കില്ല. നമ്മൾ മേടിക്കുന്ന വെളിച്ചെണ്ണയ്ക്കൊക്കെ പറ്റുന്ന എന്താണ്, 1 മാസം പോലും നിൽക്കത്തില്ല, അതിനു മുമ്പ് അത് കേടുവരാറുണ്ട്. നമ്മൾ ഇതിൽ യാതൊരു പ്രിസർവേറ്റീവുകളും ചേർക്കുന്നില്ല. അതിന്റെ ശുദ്ധി തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി, ഇല്ലെങ്കിൽ പ്രിസർവേറ്റീവ്. ഇനി ഇതിന് എന്തൊക്കെ ലൈസൻസുകൾ വേണം എന്ന് നോക്കാം. ഇതൊരു ഭക്ഷ്യ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ലൈസൻസ് നിർബന്ധമാണ്. ചെറിയ രീതിയിൽ വീട്ടിൽ തുടങ്ങി വിൽക്കുകയാണെങ്കിൽ FSSAIയുടെ അതായത് ഫുഡിന്റെ ഒരു രജിസ്ട്രേഷൻ മാത്രം മതിയാകും. ഇത് വളരെ കുറഞ്ഞ ചെലവിൽ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാൽ മതി. ഇനി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പോരാ, ലൈസൻസ് എടുക്കണമെങ്കിൽ അങ്ങനെയും ആകാം. ഞാൻ പറയുന്നതനുസരിച്ച്, ഇല്ലെങ്കിൽ എന്റെ അഭിപ്രായം, ലൈസൻസ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചാനൽ കയറി FSSAI എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോകളെല്ലാം ലഭിക്കുന്നതാണ്. എല്ലാ അപ്ഡേഷനും അതിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഇനി നമ്മളുടെ ബിസിനസ് വളർന്ന് വിറ്റുവരവൊക്കെ കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് GST വേണമെങ്കിൽ എടുത്ത് മുമ്പോട്ട് പോകാം. പഞ്ചായത്തിന്റെ, മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ എടുത്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ FSSAIയുടെ രജിസ്ട്രേഷൻ മാത്രമാണെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാം. ഇത് നമ്മുടെ ഉൽപ്പന്നത്തിന് ഒരു വിശ്വാസ്യത കൂടെ നൽകും. അതായത് വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ പോലും സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ആ കണക്കിലേക്ക് വരാം, ലാഭത്തിന്റെ കണക്ക്. ഇതൊരു ഏകദേശ കണക്കാണ് പറയുന്നത്. സ്ഥലങ്ങൾക്കും കൊപ്രയുടെ മാർക്കറ്റ് വിലയ്ക്കും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാവുന്നതാണ്. നിങ്ങൾ ലോക്കലി ചെക്ക് ചെയ്ത് നോക്കുക. മെഷീന്റെ വില ഓൺലൈനായിട്ട് ഇത് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുക. ഏകദേശം 15,000 രൂപ മുതൽ 25,000, 35,000 റേഞ്ചിൽ നല്ല മെഷീൻ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്ന വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലുള്ള പ്രോഡക്റ്റ് എന്ന് എഴുതിയ സ്ഥലത്തും ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു ഐഡിയ എടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ റോ മെറ്റീരിയൽ ഇന്നത്തെ നിലവാരം അനുസരിച്ച് 1 കിലോ കൊപ്രയ്ക്ക് 214 രൂപയാണ്. ഓൾറെഡി പറഞ്ഞു, സ്ക്രീനിൽ നിങ്ങളത് കാണുന്നുമുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ 1 ലിറ്റർ എണ്ണയ്ക്ക് ഏകദേശം 1.6 കിലോ കൊപ്ര വേണ്ടി വരും. അപ്പോൾ 1 ലിറ്റർ എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള കൊപ്രയുടെ ചെലവ് 1.6 ഇൻറ്റു 214, അതായത് 342 രൂപ 40 പൈസയാണ് വരുന്നത്. ഇത് നമുക്ക് റൗണ്ട് ആക്കി 343 രൂപ എന്ന് കണക്കാക്കാം. ഇനി വരാനുള്ള എന്തൊക്കെയാണ്? കറണ്ട് ചാർജ് വരണം, പാക്കിംഗ് ചാർജ് വരണം. ഇതെല്ലാം കൂടെ ചേർത്ത് 1 ലിറ്റർ എണ്ണയുടെ ആകെ ഉൽപാദന ചെലവ് ഏകദേശം 360 രൂപയായി നമുക്ക് കണക്കാക്കാം. ഇനി വിൽപ്പന വിലയാണ്. മായം കലരാത്ത വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് മാർക്കറ്റിൽ നല്ല വിലയാണ്. ലിറ്ററിന് നമുക്ക് 450 രൂപ മുതൽ 500 രൂപ വരെ നൽകാൻ ആളുകൾ തയ്യാറാണ്. അവിടെ ഒരു പ്രശ്നം കൂടെയുണ്ട്. സാധാരണ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് പോലും ഇപ്പോൾ 480 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്യുവർ ആയിട്ടുള്ള ഒരുവിധ കെമിക്കലും ചേരാത്ത എണ്ണ അതിലും കൂടിയ റേറ്റിൽ വിൽക്കാൻ പറ്റും. എണ്ണ വില താഴുമ്പോൾ അതുപോലെ ഇതും താഴുകയും ചെയ്യും. അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയും പാക്കിങ്ങും അനുസരിച്ച് നമുക്കൊരു ശരാശരി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 480 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് കരുതുക. ഇനി ലാഭം. 1 ലിറ്റർ എണ്ണ വിൽക്കുമ്പോൾ നമ്മളുടെ ലാഭം 480, അതായത് വിൽക്കുന്ന വില മൈനസ് 360 ഉൽപാദന ചെലവാണത്. അതായത് 120 രൂപ ലാഭമാണ് 1 ലിറ്റർ എണ്ണ വിറ്റാൽ കിട്ടുന്ന ലാഭം. ദിവസം തോറും 10 ലിറ്റർ വെളിച്ചെണ്ണ വിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ലാഭം 10 × 120, അതായത് 1200 രൂപയായിരിക്കും. ഇനി ഇതിൽ നിന്ന് ഇതിന്റെ പിണ്ണാക്ക് കിട്ടും, അത് വിൽക്കാൻ പറ്റും. അതൊരു ചെറിയ അധിക വരുമാനം എന്ന് കരുതിയാൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കന്നുകാലികളോ മറ്റോ ഉണ്ടെങ്കിൽ ആ പിണ്ണാക്ക് അങ്ങോട്ട് കൊടുക്കാം, അതിന് തീറ്റയായിട്ട് കൊടുക്കാം. കടയിൽ കൊടുക്കുന്ന പൈസ അവിടെ ലാഭമായി മാറും. ഇങ്ങനെ നിങ്ങൾ ഒരു മാസം 25 ദിവസം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും 25 × 1200, അതായത് 30,000 രൂപയോളം നിങ്ങൾക്ക് ഒരു മാസം സമ്പാദിക്കാൻ കഴിയും. ഇത് 10 ലിറ്റർ വിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ
10 ലിറ്റർ പോയിട്ട് 5 ലിറ്റർ പോലും നിങ്ങൾ ഒരു ദിവസം വിൽക്കില്ല എന്നുള്ള നഗ്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും, ഒരു 1-2 മാസം എടുക്കും. പതിയാണ് ഇത് മുകളിലോട്ട് പോകുന്നത്. നിങ്ങളിൽ ഒരു വിശ്വാസ്യത വരുമ്പോഴാണ് ബിസിനസ് കൂടുന്നത്. അപ്പോൾ ഈ 10 ലിറ്റർ എന്നുള്ളത് 3-ാമത്തെ മാസം ചിലപ്പോൾ നമുക്ക് 20 ലിറ്റർ ആയിരിക്കും പെർ ഡേ പോകുന്നത്, ഇല്ലെങ്കിൽ 30 ലിറ്റർ ആയിരിക്കും പെർ ഡേ പോകുന്നത്. അതനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് റേഷ്യോ കൂടുകയും ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ മാർക്കറ്റിങ്ങിന്റെ കഴിവനുസരിച്ചാണ് ഈ ഒരു ലാഭം കൂടുക എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. ഇനി പാക്കിംഗ് എങ്ങനെ ആയിരിക്കണം? 500 മില്ലിയുടെയും 1 ലിറ്ററിന്റെയും ആകർഷകമായ ഗ്ലാസ് കുപ്പികൾ, ഇല്ലെങ്കിൽ നല്ല നിലവാരമുള്ള ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കുപ്പികളോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ ടൗണിൽ ലഭിക്കുന്നതാണ്. അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ആദ്യം എടുത്ത് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം, ലാഭത്തിൽ നിന്ന് കൂടുതൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഗ്ലാസ് കുപ്പികളാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനൊരു പ്രീമിയം ലുക്ക് കിട്ടും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ്. കാരണം ഒന്ന് താഴെ വീണാൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കുപ്പികൾ തന്നെയാണ്. ഇനി ഇതിന് നമ്മളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ വേണം. നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പേര്, ലളിതമായ ലേബൽ, അതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. അതിനൊക്കെ നമ്മുടെ ലേസർ പ്രിന്റിംഗ് ഒക്കെ ചെയ്യുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് വളരെ പെട്ടെന്ന് ചെയ്തു തരും. അതിൽ ഉൽപ്പാദിപ്പിച്ച തീയതി വേണം, വില വേണം, അളവ് വേണം, FSSAIയുടെ രജിസ്ട്രേഷൻ നമ്പർ വേണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് MRP വേണം ആണ് നമ്മളിത് മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടത്. ഇനി വിൽക്കുന്നത് എവിടെയാണ്? നമുക്ക് നേരിട്ട് വിൽക്കാൻ പറ്റും. നിങ്ങളുടെ അയൽക്കാർക്ക് കൊടുക്കാൻ പറ്റും, ബന്ധുക്കൾക്ക് കൊടുക്കാൻ പറ്റും, സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ പറ്റും, സഹപ്രവർത്തകർക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് തുടങ്ങാൻ പറ്റും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ 4-5 ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ പണം ആദ്യം കയ്യിൽ വാങ്ങിച്ചിരിക്കണം. അത് കടം കൊടുത്താൽ പിന്നെ ആ പൈസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഇതാണ് നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ പ്രോഡക്റ്റ് റോ മെറ്റീരിയലിന്റെ നമ്മുടെ അധ്വാനത്തിന്റെ നഷ്ടമേ സംഭവിക്കുന്നുള്ളൂ. വിറ്റ് കഴിഞ്ഞാൽ പ്രോഡക്റ്റും പോയി, പൈസയും പോയി, ബന്ധവും പോയി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മോട്ടിവേഷൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ കയറി കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കും. ഉൽപ്പന്നത്തിന് ഗുണമേന്മയുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾ തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സും ഏറ്റവും വലിയ പ്രചാരകരും. ബന്ധുക്കളെ മാറ്റി നിർത്തിയേക്കാം, അവർ പ്രചാരണത്തിൽ അല്പം പിന്നിലായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ അവരാൽ കഴിയുന്ന വിധം നമ്മളുടെ പ്രോഡക്റ്റുകൾ പ്രചരിപ്പിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അടുത്തെവിടെയെങ്കിലും ഫ്ലാറ്റുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾ കാണും. ഫ്ലാറ്റുകൾ കൊണ്ട് അല്ലാതെ തന്നെ നമുക്ക് ലോക്കലായിട്ട് റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ഒരുപാടുണ്ട്. അവർക്ക് അവരുടെ ഗ്രൂപ്പ് കാണും, വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ കാണും. അതുവഴി നമുക്ക് ഓർഡറുകൾ സ്വീകരിക്കാവുന്നതാണ്. അത് അവരെ പോയി കാണണം, അവരുമായിട്ട് സംസാരിക്കണം, സെക്രട്ടറി ആയിട്ട് സംസാരിച്ച് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വേണ്ടത് നമ്മളുടെ ലോക്കൽ ഷോപ്പുകളാണ്. നമ്മളുടെ അടുത്തുള്ള ബേക്കറികൾ, ഓർഗാനിക് സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പലചരക്ക് കടകൾ എല്ലായിടത്തും കൊടുക്കാൻ പറ്റും. ഈ പലചരക്ക് കടയ്ക്ക് ഒരു പ്രശ്നമുള്ളത്, സാധാരണ വെളിച്ചെണ്ണ അവിടെ വിൽക്കപ്പെടുന്നത് കൊണ്ട് ഇവർക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ അവർ അതിലേക്ക് കൈ കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാൻ പറ്റും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, എക്സ്, ടെലിഗ്രാം, ഇവിടെയൊക്കെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചെറുകിട കാര്യങ്ങൾ, പരസ്യങ്ങൾ, പോസ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇത് വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരോഗ്യവും സമ്പാദ്യവും ഒരുമിച്ച് നേടാൻ കഴിയുന്ന ഈ ബിസിനസ് ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെറിയ രീതിയിൽ തുടങ്ങി നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ കൊണ്ട് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുത്ത് വലിയൊരു സംരംഭമായി ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഓർക്കുക, ഇന്നത്തെ ഈ വിപണി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് വിശ്വാസ്യതയാണ്. അത് നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഈ ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർക്കണം, ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഈ വീഡിയോ ഒരു 5 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, 5 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും കൂടുതൽ താല്പര്യമുണ്ടാകും നിങ്ങളിലേക്ക് വരാൻ, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ചെയ്യാത്തവർ. അടുത്തൊരു മികച്ച ബിസിനസ് ആശയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.